പാരന്റ്സ് ആണ് ആകാശ് എന്ന് പറയുന്ന മങ്ങിപ്പള്ളിൽ കൂടെ വിളിച്ച ആകാശിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ആകാശിന് ഞങ്ങൾ മീനാക്ഷിയിലേക്ക് എത്തി. എല്ലാവരും ഒരു സൗഹൃദ വലയത്തിലൂടെ ഞങ്ങൾ ആ സിനിമ ഉണ്ടായി. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ വലുതായപ്പോഴത്തേക്ക് അതിന്റെ സാമ്പത്തിക കുറച്ചുകൂടെ കൂടുതലായി ഞങ്ങൾക്ക് വേണ്ടി വന്നു. അങ്ങനെ അത് ഇത്തിരി വലിയൊരു എമൗണ്ടിലേക്ക് ആ സിനിമ വരികയും പിന്നീട് ആ സിനിമ തിയേറ്ററിലെത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഒരു വരുമാനമൊന്നും അതിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചില്ല. അതിന്റെ കണക്കുകളിലൂടെ ചിലപ്പോൾ ലഭ്യമായേക്കാം. ഞങ്ങൾക്ക് അതിന് പിന്നീട് ഞങ്ങൾ ആ സിനിമ അതൊരു നല്ല സിനിമയായിരുന്നുകൊണ്ട് അതിന് സംസ്ഥാന അവാർഡ് ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷമാണ് അതിന്റെ സാറ്റലൈറ്റ് പോവുകയും, പക്ഷെ സാറ്റലൈറ്റ് പോയത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഇപ്പൊ ഞങ്ങളുടെ മുടക്ക് മുതലിന്റെ പകുതി പോലും ഞങ്ങൾക്ക് അതിന്റെ സാറ്റലൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പിന്നെ അന്നത്തെ സമയത്ത് ഞങ്ങൾ അരുൺ ചേട്ടൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഗൗരവ് എന്ന് പറയുന്ന ആ നല്ലൊരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാരന്റ്സിന് നിങ്ങളൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ സംസാരിക്കും. പിന്നീട് അതിനകത്ത് ഇന്ന ദിവസം മുതൽ അദ്ദേഹം ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഉണ്ടാവുമെന്ന് തീർത്തുള്ള ഒരു എഗ്രിമെന്റ് ഞങ്ങൾക്ക് തരികയും ആ എഗ്രിമെന്റ് ഇവിടെ ഞങ്ങളുടെ ഉണ്ട്. അങ്ങനെയാണ് അതിനകത്ത് വന്നത്. അതിന് ഞാൻ അവരോട് പറഞ്ഞു, അതായത് സാറ്റലൈറ്റ് ലഭിച്ചതിന് ശേഷം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞത് ഈ സിനിമയുടെ സാറ്റലൈറ്റ് വിറ്റ് പോകുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. കാരണം ഇതൊരു ചെറിയ സിനിമയാണ്. ഞങ്ങളൊരു 25 വർഷമൊക്കെ ആയിട്ട് സിനിമയിൽ അഭിനയിക്കാനും സിനിമ ചെയ്യാനും ഒക്കെ ആയിട്ട് നടന്ന ഒരുപാട് പേര് ഒരു ആഗ്രഹത്തിന്റെ പുറത്തുണ്ടായ ഒരു സിനിമയാണ് തീർത്തും കോലുമിട്ടായി എന്നുള്ളത്. അല്ലാണ്ട് പൈസയുടെ പുറത്തുണ്ടായ ഒരു വലിയ ഗംഭീര സിനിമയൊന്നുമല്ലാതെ അങ്ങനെ ഒരു സിനിമ. പക്ഷെ അവര് മാത്രമാണ് ഇന്ന് ഞങ്ങളോട് ഈ സിനിമയ്ക്ക് ഒരു ഇഷ്യൂസ് ഉള്ളൂ. ഇപ്പൊ ആ സിനിമയിൽ 4 പ്രധാന കഥാപാത്രങ്ങളായ ബാക്കി 3 പേര് ഞങ്ങളൊപ്പം ഉണ്ട്. അവിടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാം, ആ സിനിമയിൽ അവർ സെറ്റിൽ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് അവിടെ അത്രയും കൂടെ സപ്പോർട്ട് ചെയ്താൽ എന്റെ പാരന്റ്സ് അടക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇവരോട് ചോദിക്കാം. അവിടെ എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴും അവര് നമ്മളെ കൂടെ കൂടിയവരെല്ലാം സിനിമയെ സ്നേഹിച്ച് കൂടിയവരായിരുന്നു. അവരൊഴികെ ബാക്കി എല്ലാവരും സിനിമയെ സ്നേഹിച്ച് കൂടിയവർ. പക്ഷെ ഇന്നും എനിക്ക് ഗൗരവ് എന്ന് പറയുന്ന ആ ഇതിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളുടെ സിനിമ നന്നാവാനായിട്ട് ഗൗരവ് ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഗൗരവ് എന്ന് പറയുന്ന നല്ലൊരു നടനെ അവരുടെ പാരന്റ്സ് അവനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനടക്കം എന്റെ പുതിയ സിനിമ ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും. അതിലേക്ക് ഇത്തരം വിവാദങ്ങളുമായി വരുമ്പോൾ മാനസികപരമായിട്ട് ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അത് അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സംവിധായകന് പറയാനുള്ള വാക്ക് അദ്ദേഹം പറയും. ഒരു വലിയ സിനിമയായിട്ടല്ല നമ്മുടെ സിനിമ നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ നമ്മൾ ആഗ്രഹിച്ചത്. ഒരു ചെറിയ സിനിമ നമ്മൾ 2 സാധാരണക്കാരിൽ നിന്നിട്ട് ഒത്തുപിടിച്ച് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം. ഞങ്ങളുടെ കൂടെ അരേ നിലയും മുറുക്കി കൂടെ നിന്നിരുന്ന കൂട്ടുകാരെ സഹായിച്ചുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് പുറത്താക്കാൻ കഴിയും. ഇപ്പൊ അഭിജിത്ത് പറഞ്ഞാൽ അവന്റെ അമ്മയാണ് യൂണിറ്റിലേക്ക് വേണ്ട മൊത്തം ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് പുറത്തൊരു മെസ്സേജ് ഏൽപ്പിക്കാൻ നമ്മുടെ പൈസ ഇല്ലായിരുന്നോണ്ടാണ്. ഞാൻ ആകാശ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് ഈ സംഭവത്തിനെ പറ്റി കണക്റ്റായി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങളൊരു ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ അഭിചേട്ടനും അരുണങ്ങളും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് വന്നിട്ട് കഥ പറയുമായിരുന്നു. അപ്പോൾ കഥ പറയുമ്പോൾ എൻ്റെ പാരൻസിനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ പാരൻസ് പറഞ്ഞ് ഞാനത് ചെയ്തു. അപ്പോൾ അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊന്നും റെഗുലേഷനൊന്നും ഇല്ല, അതുമാത്രമല്ല അഗ്രിമെൻ്റ് ഒന്നും ഞങ്ങൾ വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സെറ്റിലൊക്കെ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അരുണങ്ങളായാലും ശരി അഭിചേട്ടനായാലും ശരി എല്ലാവരും ഞങ്ങൾ നല്ല ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഗൗരവിനെ അഗെയിൻസ്റ്റ് ആയിട്ടൊന്നുമല്ല പറയുന്നത്. ഞങ്ങൾ ഗൗരവ് കൊല്ലങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഫ്യൂച്ചറിലും ഫ്രണ്ടായിരിക്കും. ഇതുകൊണ്ടൊന്നും തന്നെ എനിക്കോ അരുൺ ചേട്ടനോ ഗൗരവിനോട് യാതൊരുവിധ ദേഷ്യമില്ല. കാര്യം അവൻ കുട്ടിയാണ്. അവനെ ഒരു കുട്ടീനെ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ നുണ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിക്കുന്നത് ഭയങ്കര മോശമാണ്. ഞങ്ങൾക്ക് കാരണം ഗൗരവിനിക്കോ അദ്ദേഹത്തിനോ ഗൗരവിനോട് യാതൊരുവിധ ദേഷ്യമില്ല. ഞങ്ങളുടെ സിനിമ നന്നായതിൽ ഒരു നല്ലൊരു ഘടകം ഗൗരവ് ഞങ്ങൾക്ക് നല്ല ഒരുപാട് മൊമെന്റ്സ് ഞങ്ങളുടെ സിനിമയ്ക്ക് ഗൗരവ് തന്നിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ഗൗരവിനോട് താങ്ക്ഫുള്ളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് അവരിതിൽ പറയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ. സിനിമ നമുക്ക് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ പ്രൊമോഷൻ അത്യാവശ്യമാണ്. അപ്പൊ ഞങ്ങള് ഇവരടക്കം എല്ലാവരും ഞങ്ങൾ പ്രൊമോഷൻ പരിപാടികൾക്ക് പോകാറുണ്ട്.